ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് എരിശ്ശേരിയാണ്. പലതരത്തിലുള്ള എരിശ്ശേരികളുണ്ട്. ഈ എരിശ്ശേരി മത്തങ്ങയും കായും പയറും ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാകൂ. ആദ്യമൊക്കെ ഓണം, വിഷു, സദ്യ അപ്പോഴൊക്കെയാണ് എരിശ്ശേരി ഉണ്ടാക്കാറ്. അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എരിശ്ശേരി നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മത്തങ്ങയും കായും പയറും ചേർത്തിട്ടുള്ള എരിശ്ശേരി തയ്യാറാക്കാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉണക്കപ്പയറാണ്. ഞാനിവിടെ 1 കപ്പ് ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. സോക്ക് ചെയ്യാനിടുമ്പോൾ ധാരാളം വെള്ളം ഒഴിക്കണം. രാവിലെ നേരത്തെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല. സോക്ക് ചെയ്തെടുത്ത പയർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി മത്തങ്ങയും കായും ഇടുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല. വെന്തതിന് ശേഷം മാത്രമേ ഇടുന്നുള്ളൂ. പരിപ്പ്, പയർ, കടല എന്നൊക്കെ ഉപ്പിട്ട് വേവിച്ചാൽ വെന്ത് കിട്ടാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ കുക്കർ അടച്ച് 4 വിസിലിട്ട് നമുക്ക് പയർ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മത്തങ്ങയും കായും നുറുക്കിയെടുക്കാം, തേങ്ങ ചിരകിയെടുക്കാം. ഇനി കുക്കർ തുറന്ന് പയർ വെന്തോന്ന് നോക്കാം. സോക്ക് ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ 4 വിസിൽ എന്നുള്ളതിന് പകരം 5-6 വിസിൽ ഇട്ടാൽ മതി. പയർ നന്നായി വെന്തിട്ടുണ്ട്. ഈ വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കഷ്ണങ്ങളിട്ട് വെന്ത് വരുമ്പോൾ അത് പാകാവും. ഇനി അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. മത്തങ്ങ ഈ വലുപ്പത്തിലാണ് നുറുക്കേണ്ടത്. മത്തങ്ങ പയർ എരിശ്ശേരിയിൽ കായ വേണമെന്നില്ല, പക്ഷേ ഒരു കായും കൂടി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് കായ ഇതിലേക്ക് ഇടാം. കായ ഈ വലുപ്പത്തിലാണ് നമുക്ക് നുറുക്കേണ്ടത്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. മത്തങ്ങയും കായൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിട്ട് വേവിക്കണം, എങ്കിലേ ഉപ്പ് മത്തങ്ങയിലൊക്കെ പിടിക്കുള്ളൂ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഉപ്പും മഞ്ഞളൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ച് 1 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഇനി തേങ്ങ ചിരകിയതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത്ര മതിയാകും, 1 പിടി മതി. അരപ്പിന് വേണ്ടി 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, 5 വെള്ളുള്ളി, 4 ചുവന്നുള്ളി, 2 കതിരി വേപ്പില. ഇതെല്ലാം അരയ്ക്കുന്നതിനായി മിക്സിയിലെ ജാറിലേക്ക് ഇടാം. മാറ്റിവെച്ച തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ള തേങ്ങ ചെറുകിയതെല്ലാം ഇതിൻ്റെ കൂടെയിട്ട് നമുക്ക് അരച്ചെടുക്കാം. മാറ്റിവെച്ച 1 പിടി തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മാറ്റിവെച്ച 1 പിടി തേങ്ങ ചീനച്ചട്ടിയിലേക്ക് ഇടാം, വറുത്തെടുക്കാം. തേങ്ങ വറവായിട്ടുണ്ട്. കോരിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. മത്തങ്ങയും കായും വെന്തോ നോക്കാം. മത്തങ്ങ പയറിൽ ഉടച്ച് ചേർക്കാം. ഉടച്ച് ചേർക്കുമ്പോൾ കായ ഉടയില്ല. കായ ഉടയ്ക്കേണ്ട ആവശ്യമില്ല, മത്തങ്ങ മാത്രം ഉടച്ചാൽ മതി. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് ഉടച്ച് ചേർത്താൽ മതി. മുളക് പൊടി ചേർക്കാം. ഇത് 2.25 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ എരിശ്ശേരി പാകമായി വന്നിട്ടുണ്ട്. മത്തങ്ങയ്ക്ക് മധുരം കുറവായതുകൊണ്ട്
പകുതി ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇടാം. നന്നായി പഴുത്ത മത്തങ്ങയാണെങ്കിൽ മധുരം ചേർക്കണ്ട. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷേ ടേസ്റ്റ് ശർക്കരയ്ക്കാണ്. ഇപ്പോൾ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്താൽ മതി. കടുക് പൊട്ടിക്കുന്നതിനായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി 1 ടീസ്പൂൺ കടുക് ഇടാം. 1 കതിര് വേപ്പിലയും 4 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ഇടാം. ഇനി എരിശ്ശേരി കുറേശ്ശെയായി ഇതിലേക്ക് പകർത്താം. അവസാനമായി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. അങ്ങനെ സ്വാദിഷ്ടമായ മത്തങ്ങ പയർ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എലിശ്ശേരി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. താങ്ക്